നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ബാങ്ക് ബാലൻസിനോളം തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട്. ഒരു കാലത്ത് ബാങ്കിൽ എത്ര പണം ഉണ്ടെന്നതായിരുന്നു ഒരാളുടെ സാമ്പത്തിക കരുത്തിന്റെ അളവുകോലെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളൊരു ലോൺ എടുക്കാനോ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാനോ പോകുമ്പോൾ ബാങ്കുകൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല, മറിച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എടുത്ത ലോണുകൾ എങ്ങനെയൊക്കെ തിരിച്ചടച്ചു, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് അടയ്ക്കാറുണ്ടോ എന്നൊക്കെ ഈ റിപ്പോർട്ട് ബാങ്കുകളോട് പറയും. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഇത്ര പ്രാധാന്യമാകുന്നതെന്ന് നോക്കാം. മുൻപ് വീട് വാങ്ങാനോ ബിസിനസ് തുടങ്ങാനോ ലോൺ എടുക്കുമ്പോൾ മാത്രമായിരുന്നു ഇതിന്റെ ആവശ്യം. എന്നാൽ ഇന്ന് ചെറിയ പേഴ്സണൽ ലോണുകൾ മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾ EMI വഴി വാങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിക്കപ്പെടുന്നുണ്ട്. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ വേഗത്തിൽ ലോൺ ലഭിക്കാൻ ഇത് സഹായിക്കും. എന്നാൽ സ്കോർ കുറവാണെങ്കിൽ ലോൺ നിഷേധിക്കപ്പെടാനോ ഉയർന്ന പലിശ നൽകേണ്ടി വരാനോ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ റിപ്പോർട്ടിൽ തെറ്റുകൾ വരാം. ഉദാഹരണത്തിന്, നമ്മൾ അടച്ചു തീർത്ത ഒരു ലോൺ ഇനിയും ബാക്കി നിൽക്കുന്നതായി കാണിച്ചേക്കാം. ഇത്തരം തെറ്റുകൾ നിങ്ങളുടെ സ്കോറിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നതും എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതും നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ, പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കാത്തു സൂക്ഷിക്കുന്നതും. എന്നാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് ലോൺ ഏജന്റുമാരോ ബാങ്കുകളോ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പറയാറില്ല. പലപ്പോഴും ലോണിനായി സമീപിക്കുമ്പോൾ സ്കോർ കുറവാണ് എന്ന് പറഞ്ഞ് അവർ നമ്മളെ മടക്കി അയക്കാറുണ്ട്. എന്നാൽ സ്കോർ എങ്ങനെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാമെന്ന രഹസ്യം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ആണ്. അതായത്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അതിൽ എത്ര രൂപ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് സ്കോറിനെ ബാധിക്കുന്നുണ്ട്. ലിമിറ്റിന്റെ 30% കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്കോർ കുറയ്ക്കാൻ കാരണമാകും. പലരും ലിമിറ്റ് മുഴുവൻ ഉപയോഗിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ പണത്തിന് വലിയ ബുദ്ധിമുട്ടിലാണെന്ന തെറ്റായ സന്ദേശമാണ് ക്രെഡിറ്റ് ബ്യൂറോകൾക്ക് നൽകുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഒരേ സമയം പല ബാങ്കുകളിൽ ലോണിനായി അന്വേഷിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ്. നിങ്ങൾ ഓരോ തവണ ലോണിന് അപേക്ഷിക്കുമ്പോഴും ബാങ്കുകൾ നിങ്ങളുടെ റിപ്പോർട്ട് പരിശോധിക്കും. ഇതിനെ ഹാർഡ് എൻക്വയറി എന്ന് വിളിക്കുന്നു. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ ഹാർഡ് എൻക്വയറികൾ വരുന്നത് നിങ്ങളുടെ സ്കോറിനെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് എല്ലാ ബാങ്കിലും കയറി അപേക്ഷിക്കുന്നതിന് പകരം കൃത്യമായ പ്ലാനിങ്ങോടെ മാത്രം ലോണിനായി നീങ്ങുക. പഴയ ക്രെഡിറ്റ് കാർഡുകൾ ക്ലോസ് ചെയ്യുന്നതാണ് പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റ്. ഒരു കാർഡ് എത്ര കാലം നിങ്ങൾ ഉപയോഗിക്കുന്നുവോ അത്രയും നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ശക്തമാകും. പഴയ കാർഡുകൾ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രത്തിന്റെ ദൈർഘ്യം കുറയുകയും അത് സ്കോർ ഇടിയാൻ കാരണമാവുകയും ചെയ്യും. കൂടാതെ പേഴ്സണൽ ലോണുകൾ മാത്രം എടുക്കുന്നതിന് പകരം ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോൺ കൂടി ഉൾപ്പെടുത്തി ഒരു ക്രെഡിറ്റ് മിക്സ് നിലനിർത്തുന്നതും സ്കോർ ഉയരാൻ സഹായിക്കും. ചുരുക്കത്തിൽ, വെറുതെ ബില്ലുകൾ അടയ്ക്കുന്നത് മാത്രമല്ല, സാങ്കേതികമായി ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളെ ഒരു മികച്ച വായ്പ ഉപഭോക്താവായി മാറ്റുന്നത്.